നമസ്കാരമുണ്ട്. ലഡാക്കിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ചില മലകളുടെ ആ ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണും അതിനുള്ളിൽ വളരെ ചെറിയ ചെറിയ പല നിറത്തിലുള്ള ഉരുളൻ കല്ലുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ഇതിപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ ഒരു കല്ല് പറിച്ചെടുത്തതെന്നാണ് ഇത് കണ്ടത്. ഉരുളൻ കല്ലുകൾ, ഇങ്ങനത്തെ കല്ലുകൾ സാധാരണ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. ഓക്കെ, ഇതേ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പർവ്വതങ്ങളുടെ മുകളിൽ ഇങ്ങനത്തെ കല്ലുകൾ വരുന്നത്? ഇങ്ങനത്തെ കല്ലുകൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ കല്ലുകൾ നിങ്ങൾ കണ്ടേക്കുന്നത് നദികളിലാണ് കാണുക. അതായത് നമ്മൾ ചില മലകളോടും പാറക്കെട്ടുകളോടും ചേർന്നിട്ടുള്ള നദികളിൽ കല്ലുകൾ ഇങ്ങനെ ഉരുണ്ടാണ് ഈ ഒരു ഷേപ്പിലേക്ക് എത്തുന്നത്. കണ്ട, അത് നമുക്ക് പറയാതെ തന്നെ അറിയാലോ. അതെങ്ങനെ പർവ്വതങ്ങളുടെ മുകളിലെത്തി? ഈ നദികളോട് ഉരുണ്ട് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടുള്ള കല്ലുകൾ, ഒരുപാട് കല്ലുകൾ ഇങ്ങനെ പർവ്വതങ്ങളുടെ മുകളിൽ സോഫ്റ്റായിട്ടുള്ള മണലും നദികളിൽ കാണുന്ന മണലും അതുപോലെ തന്നെ ഈ കല്ലുകളും കാണാനുണ്ട്. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം ഈ പറയുന്ന പല പ്ലേറ്റുകൾ കൂട്ടിമുട്ടി അങ്ങനെ പ്ലേറ്റുകൾ സഞ്ചരിച്ച് ഇടിച്ച് പൊന്തിയിട്ടാണ് ഹിമാലയം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പല ഭൂഖണ്ഡങ്ങളാണ് നമ്മൾ കാണുന്നതെങ്കിലും ഈ ഭൂഖണ്ഡങ്ങളിലെ പല ഭാഗങ്ങളും ഇപ്പോഴും ചെറിയ രീതിയിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെ ചലിച്ച് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇതെന്ന് പറയുന്നത് 1-2 വർഷങ്ങൾ കൊണ്ട് 10-100 വർഷം കൊണ്ട് സംഭവിക്കുന്ന പ്രതിഭാസമല്ല, ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെ പണ്ട് കാലത്ത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നദിയിലൂടെ ഒഴുകിയിരുന്ന ഒരു നദി ഈ പറയുന്ന പ്ലേറ്റുകൾ സ്ഥാനഭ്രംശം മൂലം ഈ 2 പ്ലേറ്റുകൾ തമ്മിൽ ഇടിച്ച് ഒരു ഭാഗം ഉയർന്നിട്ട് ഹിമാലയം ഉണ്ടായപ്പോൾ ആ നദിയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്ന കല്ലുകൾ മുഴുവൻ. അങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ വലിയ കണ്ട തീരെ ബലമില്ല സംഭവം, മണ്ണിന് തീരെ ബലമില്ല, കല്ലൊക്കെ ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നോളും. ഇതാണ് ഇതിൻ്റെ പിന്നിലത്തെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള വശം എന്ന് പറയുന്നത്.